ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ റീക്രിയേറ്റ് ചെയ്തത് ഡയലോഗുകളിലൂടെയാണ്. പാലേപ്പള്ളിയിൽ 6 മണി എന്ന സമയത്ത് പള്ളിയിൽ പോയി എന്ന് പ്രേക്ഷകരോട് പറഞ്ഞ് ഡയലോഗുകളിലാണ് റീക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾ ഇത് വിഷ്വൽ റീക്രിയേറ്റ് ചെയ്യാണ്. എന്താണ് ഇപ്പോൾ ബുബയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഒരു രസമുള്ളൊരു മാഡ്നസ് ആണ്, കാണാൻ രസമായിരിക്കുന്ന തോന്നുന്നത്. അൺസർട്ടനിറ്റി ഉണ്ടാവില്ല, നമ്മളിപ്പോൾ സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഞാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചില സിറ്റുവേഷനിൽ, കോവിഡ് സിറ്റുവേഷനിൽ വന്നപ്പോൾ നമുക്ക് ഇതാണല്ലോ വരുമാനം, ഒരു ഇൻകം ഇല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഊബർ ഓടിക്കാൻ പോയിട്ടുണ്ട് ആരും അറിയാതെ. പക്ഷേ ഡിപ്പെൻസ് ഓൺ, നമുക്കത് ആരും അറിയേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ ഇവിടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് നമ്മുടെ ബാലചേട്ടനുണ്ട്, ഉല്ലാസേട്ടനുണ്ട്, ധീരചേട്ടനുണ്ട്. സോ 3 പേർക്കും വെൽക്കം. താങ്ക് യു. ഇപ്പോൾ ഈ ഞങ്ങൾക്ക് ഉല്ലാസേട്ടനെ പരിചയമുള്ളത് പപ്പേട്ടൻ ഷെയർ ചെയ്തൊരു പോസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ലോങ് റൈറ്റിംഗ് വെച്ചിട്ട് ഒരു പുതിയ ഡയറക്ടർ വരുമ്പോൾ ഒരു പുതിയ കാര്യം പറയാനുണ്ടെന്ന് പറയുന്ന പരിപാടി. അപ്പോൾ എന്താണ് പുഷ്പവിമാനത്തിലുള്ള ഒരു പുതിയ പരിപാടി? അത് പപ്പേട്ടൻ പോസ്റ്റ് ഇട്ടത് അങ്ങനെ തന്നെയായിരുന്നു. ഏതൊരു ഡയറക്ടർ വരുമ്പോഴും ഞാൻ ഒരു 10 വർഷമായിട്ട് സഹസംവിധാനമായിട്ട് നിൽക്കുകയായിരുന്നു. പപ്പേട്ടൻ്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിന്നത്. അതിന് മുന്നേ മേജർ രവി സാറിൻ്റെ കൂടെയും ശ്രീകുമാർ മേനോന്, സമുദ്രക്കനി സാറ്, ജോമോൻ, ഉദയനന്ദന് കുറേ പേര് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പപ്പേട്ടനോട് രഞ്ജിത്തേട്ടൻ, നമ്മുടെ രഞ്ജിത്ത് ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യം പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പപ്പേട്ടൻ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ആദ്യം. അപ്പോൾ രഞ്ജിത്തേട്ടൻ ഇങ്ങനെ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോൾ പപ്പേട്ടനോട് ചോദിച്ചു, രഞ്ജിത്തേട്ടൻ ചോദിച്ച ഡയലോഗായിരുന്നു, മലയാള സിനിമയ്ക്ക് കുറേ ഡയറക്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളൊരു പടം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വ്യത്യസ്തത കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പപ്പേട്ടനോട് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പപ്പേട്ടൻ അങ്ങനെയാണ് ആ മക്കളിക്കൂട് എന്ന് പറഞ്ഞ സിനിമ, ഒരു നല്ല കോൺസെപ്റ്റ് ഉള്ള, ഒരു നന്മയുള്ള, ഒരു ഇമോഷണലി കണക്ട് ആയിട്ട് സിനിമ ചെയ്യുന്ന പപ്പേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്കും അങ്ങനെ കേട്ട് വളർന്നുകൊണ്ടാവും, നമ്മളൊക്കെ അങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സിനിമ തിയേറ്ററിൽ ജനിച്ച് വളർന്ന സാഹചര്യങ്ങളെ എനിക്കുള്ളൂ. അങ്ങനെ ആ സിനിമയിൽ വന്നത് പാഷൻ കൊണ്ട് സിനിമയിൽ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കേട്ട് വളർന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ ആദ്യമായി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ സിനിമ ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് ഡയറക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ പുതുമയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നല്ല സിനിമകളെ, വ്യത്യസ്തമായ സിനിമകളെ സ്വീകരിക്കുന്ന ഒരു ടൈമുമാണ്. അത് എനിക്ക് എന്നെ പോലുള്ളവർക്ക് അത് ഇൻസ്പിറേഷനുമാണ്. അങ്ങനെ കൊണ്ട് തന്നെ ഒരു പുതുമയുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഈ സിനിമ. ഇതിൻ്റെ റൈറ്റേഴ്സ് സന്ദീപ് സുധാനന്ദനും ദീപു എസ് നായരുമാണ്. അവർ ഇങ്ങനെ മാമാങ്കം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് പല കഥകൾ പറഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്ത, കോവിഡ് കാലഘട്ടത്തിൽ ലാൻഡ് ചെയ്ത ഒരു സബ്ജക്റ്റാണ് ഈ പുതുമയുള്ള സമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സിനിമ. നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് പരിചയപ്പെടുന്ന ഇതിന് വേണ്ടിയാണ്? ഇല്ല, ഞങ്ങൾ ഇതിന് മുന്നേ നടികറിന്റെ സെറ്റിൽ വെച്ചാണ്, ടോവിനോന്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ബാലുവിനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ആ സമയത്ത് ആക്ച്വലി മഞ്ഞുമല സെറ്റിൽ വന്നിട്ടുണ്ട്, മഞ്ഞുമല സെറ്റിൽ വന്നിട്ടുണ്ട്, നടികറിൽ മഞ്ഞുമലാണ് അതിൽ കാണുന്നത്. സിനിമയ്ക്ക് മുന്നേ കമ്പനി ആയിരുന്നു. ഈ മഞ്ഞുമല സെറ്റിലൊക്കെ പോയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, എന്താ ഈ ക്രിയേറ്റ് ചെയ്യാൻ പോണെന്നൊക്കെ. മഞ്ഞുമല സെറ്റ് ഞാൻ ചെല്ലുന്നത് ആക്ച്വലി ആ ഗുണാക്കേവിന്റെ സെറ്റ് ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സെറ്റാണ്. ബാലു പ്രശ്നം ഭംഗിയിൽ പറയാതിനെ കുറിച്ച്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഈ മാസ്മര്യമായ സംഭവം കണ്ട്, പിന്നെ ആ ക്രൂവിനെ മൊത്തം കാണുന്നു, പിന്നീട് പടം ഫസ്റ്റ് ഷോ കാണുന്നു. പടം കണ്ട് ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ബാലുവിനെയാണ്. അപ്പൊ ഭയങ്കര അടിപൊളിയായിട്ട് പടം എന്ന് പറയുമ്പോൾ നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമേ കണ്ട് ആ സന്തോഷങ്ങൾ വിളിച്ച് അറിയിക്കുകയാണ്. പിന്നീട് പടം സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കറക്റ്റാണ് പരിപാടി, അതിനുള്ള പടം ഉണ്ട് ഒരു ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ പടത്തിന് സെറ്റിലൊക്കെ പോയി വരാന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മെമ്മറബിൾ മൊമെന്റ് ആയിരുന്നു. പിന്നീട് ഇത്രയും മലയാളത്തിലെ ഏറ്റവും അധികം കളക്ട് ചെയ്തൊരു പടത്തിന്റെ ഭാഗമായി കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. ഈ ആദ്യമായിട്ടാണ് ടൈം ട്രാവൽ മൂവിയാണ് ഇത്? ടൈം ട്രാവൽ അല്ല, ടൈം ലൂപ്പാണ്. ടൈം ട്രാവൽ ഡിഫറെന്റ് ആണ്, ടൈം ലൂപ്പാണ് ഈ സിനിമ. ഒരേ സമയം ഒരേ സാധനങ്ങൾ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വിഷ്വൽ റീക്രിയേറ്റ് ചെയ്ത സിനിമ. മലയാളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് വരുന്നത്. ഒരു മിനിറ്റ് ഒരു സംഭവം സംഭവിച്ചിട്ട് ചിലപ്പോൾ അത് ഒരു മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കാം, മൊത്തത്തിൽ അത് മാറാ, അല്ലെങ്കിൽ 1 മിനിറ്റ് ശേഷമാണ് അത് ചെയ്തതെങ്കിൽ അതിന്റെ സിറ്റുവേഷൻസും ആൾക്കാർ പെരുമാറുന്നതും എല്ലാം എങ്ങനെയായിരിക്കും മാറുക എന്ന് ആണ് നമ്മളുടെ സിനിമ. ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ റീക്രിയേറ്റ് ചെയ്തത് ഡയലോഗുകളിലൂടെയാണ്. പാലേപ്പള്ളിയിൽ 6 മണി എന്ന സമയത്ത് പള്ളിയിൽ പോയി എന്ന് പ്രേക്ഷകരോട് പറഞ്ഞ് ഡയലോഗുകളിലാണ് റീക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾ ഇത് വിഷ്വൽ റീക്രിയേറ്റ് ചെയ്യാണ്. 6 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ച ആളുടെ ആ 6 മണി തൊട്ട് 11 മണി വരെയുള്ള യാത്രകൾ എന്തൊക്കെ അയാൾ കണ്ടുവോ അതെല്ലാം 5:59 അല്ലെങ്കിൽ 6:01 എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിന്റെ വിഷ്വൽ റീക്രിയേഷൻ ആണ് സിനിമ. ഭയങ്കര രസമായിട്ടല്ലേ പറയുന്നത്. നിങ്ങളോട് ഈ ഫസ്റ്റ് നറേറ്റ് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു പുള്ളി പറഞ്ഞത്?
ഇതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പറഞ്ഞേ. ഈ സ്റ്റോറി സ്ക്രിപ്റ്റ് തന്നെയാണ് അതിന്റെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം. അത് കേൾക്കുമ്പോൾ തനിക്ക് തോന്നുന്നു ബാലും അങ്ങനെയല്ല. അതെ ഞാനും ഈ പടത്തിന്റെ ഒരു ഈ ഈ പറഞ്ഞ സംഭവമില്ലേ, ഇപ്പൊ ഇതിപ്പോ എങ്ങനെയായിരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ സംഭവം 1 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ അല്ലെങ്കിൽ 1 മിനിറ്റ് ശേഷമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇനി അതേ സമയത്താണെങ്കിൽ അത് എന്തായിരിക്കും അതിന്റെ വ്യത്യാസം. അത് കേൾക്കുമ്പോൾ വളരെ പുതുമയുള്ള ഒരു പരിപാടിയായിരുന്നു. നമ്മൾ ഇതുവരെയും ഇവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ ആണ് ഒരു സിനിമയിലെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ചാടി പരിപാടി നല്ല രസമുണ്ടാവും അതൊക്കെ പിടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് സിനിമ. ഈ ശരിക്കും ഈ ജാനമന്നൊക്കെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ഈ ജാനമല്ല ക്യാരക്ടർ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. കാരണം അതിന് ഭയങ്കര ലേയേഴ്സ് ഉണ്ടായിരുന്നു. ബാലചന്ദ്രൻ അതിന് മുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി. കാരണം ഈ ഭയങ്കര ഇമോഷണലി ഭയങ്കര ലൗഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇമോഷണലി ഗ്രിപ്പ് ചെയ്ത് നിൽക്കുന്ന പരിപാടി ചെയ്തിട്ടില്ലായിരുന്നു. ഈ ജാനമൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ആളുകൾ സിനിമയിലേക്ക് വിളിക്കുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് മാറിയിട്ടുണ്ട് ശരിക്കും. കുറച്ചുകൂടെ നല്ല ക്യാരക്ടേഴ്സ് അല്ല, കുറച്ചുകൂടെ നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആൾക്കാരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ വലുതാക്കുമ്പോഴാണല്ലോ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആൾക്കാർക്ക് വിശ്വാസമാവുന്നത്. അപ്പം അങ്ങനെ രീതിയിലൊക്കെ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇനിയും നല്ല നല്ല സംഭവങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബാലുബ്രോ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പൊതുവെ എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ തോന്നും ബാലുബ്രോ എനിക്ക് അങ്ങനെ ഇന്നതൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇപ്പം ഈ പടത്തിലേക്ക് പുള്ളി വരാനും കാരണം ഇതിന്റെ കണ്ടന്റിലുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ആ കണ്ടന്റ് കേട്ടു, അത് കണ്ടന്റ് കേൾക്കുമ്പോഴുള്ള അല്ലെങ്കിൽ വായിക്കുമ്പോഴുള്ള ഇൻട്രസ്റ്റിനേക്കാളുപരി ഇതെങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടും, എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്ന ക്യൂരിയോസിറ്റി ഞാൻ ഏറ്റവും അധികം കണ്ട ഒരു ആർട്ടിസ്റ്റാണ് ബാലുബ്രോയില്. ഭയങ്കര ക്യൂരിയോസിറ്റി ആയി ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഡിസ്കഷനും ആ ഒരു കാര്യത്തിലൊക്കെ നമ്മളൊരു ടീം വർക്കായിരുന്നു സിനിമ. ഇപ്പം ഈ പടം ഉണ്ടാവുന്നത്, ഈ പടം ഇങ്ങനെ ഫോമായി വന്നത് തന്നെ ഒരു കൂട്ടായ്മയിലൂടെ, ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് ഈ സിനിമ ഏറ്റവും അധികം വന്നത്. ഇതിന്റെ നിർമ്മാതാവായ ജോൺ കുടിയാൻമല എന്ന് പറയുന്ന ആള് ഞാൻ മുമ്പ് 2016 വർക്ക് ചെയ്ത ബിയോണ്ട് ബോർഡ് എന്ന പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ആ പടത്തിന്റെ അസോസിയേറ്റ് ക്യാമറമാനാണ് ഈ പടത്തിന്റെ ക്യാമറമാൻ രവിചന്ദ്രൻ. അന്ന് ആ പടത്തിന്റെ എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു ഈ പടത്തിന്റെ എഡിറ്റർ അഖിലേഷ് മോഹൻ. ഇന്ന് അയാൾ എമ്പുരാന്റെ എഡിറ്ററാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ആ പടത്തിന്റെ മേക്കപ്പ് ജിത്തു പയ്യന്നൂർ, അന്നത്തെ അസിസ്റ്റന്റ് മേക്കപ്പ് മാനായിരുന്നു ഇന്നത്തെ മേക്കപ്പ് മാൻ. പിന്നെ എൻ്റെ നല്ല സുഹൃത്താണ് രാഹുൽ രാജ്, ഇതിന്റെ മ്യൂസിക്കും ബിജിഎം ഒക്കെ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടായ ഒരു സിനിമയാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് ഈ സിനിമ ഉണ്ടാവാൻ കാരണം ഗോകുൽ ജി എന്ന് പറഞ്ഞിട്ട് സുഹൃത്താണ്, ടോവിനോ പ്രൊഡക്ഷൻസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള. അങ്ങനെ സൗഹൃദങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയാണ്. ഈ സിനിമ പറയുന്നതും സൗഹൃദങ്ങളുടെ കഥയാണ്. സിജു വിൽസൺ ചെയ്യുന്ന അജയ് മഹേശ്വരി എന്ന് പറഞ്ഞ കഥാപാത്രവും ബാലു ചെയ്യുന്ന ആഗ്രഹം എന്ന് പറഞ്ഞ കഥാപാത്രവും തമ്മിലുള്ള സൗഹൃദം നമുക്ക് തോന്നും ഇങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ. ഒരു പ്രശ്നത്തിൽ പെട്ട് പകച്ചു നിൽക്കുന്ന സിജുവിന്റെ നമ്മളപ്പോൾ എന്ത് ആക്ട് ചെയ്യുന്നു അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പോണത്. ആ സമയത്ത് റൈറ്റ് പേഴ്സൺ നമ്മൾ റൈറ്റ് ഗൈഡ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് പോവാം. ആ സമയത്ത് ഏറ്റവും അധികം കൂടെ നിന്ന ഒരു കഥാപാത്രമാണ് ബാലുബ്രോ. ബാലുബ്രോയും എനിക്ക് തോന്നിയിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം സാധാരണ ചെയ്യുന്ന ഫൺ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്ന് മാറി ഫണ്ണും അതോടൊപ്പം തന്നെ മെച്യൂർഡായിട്ട് വളരെ മെച്യൂർഡായിട്ടൊരു കഥാപാത്രം ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ധീരജായാലും അങ്ങനെ തന്നെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. നിങ്ങൾ ധീരജനെ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഒരു കൽക്കിയിലെ കഥാപാത്രമായാലും അല്ലെങ്കിൽ കർണൻ ഭഗത് സിംഗ് വിൽസണിലായ കഥാപാത്രമായാൽ പോലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കും. അതും ഇവരെല്ലാം പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്. ഇപ്പം എന്നോടൊരു കഥാപാത്രം ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ ഇവരൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു. കാരണം ഫുൾ ടീം വർക്കായിരുന്നു ഈ സിനിമ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ഇപ്പൊ ഈ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴേ ഈ റാങ്കിനനുസരിച്ച് ഈ പോലീസുകാരുടെ മാനറിസത്തിന് വ്യത്യാസം ഉണ്ടാവും പറയുമല്ലോ. ഈ കൽക്കിയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലീസ് തന്നെയാണ്. ഇതിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഹയർ അതോറിറ്റിയിൽ നിൽക്കുന്ന. അപ്പൊ ഈ സെല്യൂട്ടിന് ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പെക്യുലർ ആവാറുണ്ട്. റാങ്ക് വൈസ് സെല്യൂട്ട് മാറുന്നവരോട് എനിക്കറിയില്ല. പക്ഷെ എത്രത്തോളം ആ പ്രൊഫഷനോട് ആത്മാർത്ഥമുള്ള ഒരാളാണോ അതനുസരിച്ച് സെല്യൂട്ടിലൊക്കെ മാറ്റം വരും. ഇപ്പൊ കൽക്കിയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്കൂളിൽ പോകുന്നവരാണ് പുള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. താല്പര്യമില്ല, അമ്മ നിർബന്ധിച്ച് വിടുന്നതൊക്കെയാണ്. ഇതിൽ അങ്ങനെയല്ല. അയാൾ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അയാളെ വിളിക്കുന്നു. അപ്പോൾ അയാൾ കുറച്ചുകൂടി സീരിയസ് ആണ്. അപ്പോൾ അദ്ദേഹം ഡീൽ ചെയ്യുന്നതും അദ്ദേഹം സംസാരിക്കുന്നതും അതിന്റെ മാനറിസം ഒക്കെ കുറച്ചും കൂടി സട്ടിലായിരിക്കും, കുറച്ചും കൂടി ഇന്റൻസ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം പോലീസിന്റെ സെയിം കഥാപാത്രം തന്നെ വേറെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആയത്തിൽ നിന്ന് കുറേ നമുക്ക് അടിച്ചു മാറ്റാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഡയറക്ടറാണ് അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് തരാം. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പറഞ്ഞുതരും. പിന്നെ അത് അങ്ങനെ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വേരിയേഷൻ വരും. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരും. അതങ്ങനെ വൃത്തിയിൽ ചെയ്യാനും പറ്റും നമുക്ക്. ഈ ഇൻസ്റ്റാ ബയോയില് അത്ലറ്റ് കൂടെ ഇട്ടിട്ടുണ്ടല്ലോ.
ഈ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ദിവസം ഈ സിംബു ഒരു സ്പീച്ചിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ എന്ത് വിട്ടുപോയാലും നമ്മുടെ ബോഡിയാണ് നമ്മുടെ കൂടെ അവസരം വരെ ഉണ്ടാവുക. ശരിക്കും മലയാളത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോബി ചേട്ടനും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബോഡി. ശരിക്കും എങ്ങനെ ഈ അത്ലറ്റ് ആയിട്ട് ഈ ബോഡി ഭയങ്കരമായിട്ട് സൂക്ഷിക്കാനൊക്കെ ഉള്ള മോട്ടിവേഷൻ നമുക്ക് എല്ലായ്പ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഒരിടയ്ക്ക് കഴിഞ്ഞ മോട്ടിവേഷനൊക്കെ പോയിട്ട് ഒരു 100 കിലോ 104 കിലോ ഒക്കെ പോയിട്ടുണ്ട് കോവിഡിന്റെ സമയത്ത്, പ്രത്യേകിച്ച് പണി നല്ല സമയത്താണ്. അത് കഴിഞ്ഞ് വീണ്ടും മോട്ടിവേഷൻ വന്നു, വീണ്ടും ബോഡി ബിൽഡിങ് തുടങ്ങി. കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കാരണം ഒന്ന് ബോഡി ഉണ്ടാക്കി പിന്നെ വീണ്ടും വണ്ണം വെച്ച് പോകാൻ നടക്കില്ല. ത്രൂ ഔട്ട് നമുക്ക് നല്ലൊരു ഫിസിക് വേണം. കാരണം ഞാൻ സെല് ചെയ്യുന്നത് എൻ്റെ ലുക്സും എൻ്റെ ഈ അഭിനയവും പരിപാടിയാണ്. അപ്പോൾ ലുക്സിന് മേജറായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കാര്യമായ വർക്കൗട്ടൊക്കെ പിടിച്ച് പോകാം. അപ്പോൾ ടോബിയൊക്കെ അതിൽ ഭയങ്കര ഇൻസ്പിറേഷൻ നമുക്ക്. കാരണം എത്ര ടയർഡാണെങ്കിലും പുള്ളി അവിടെ ഇരുന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി ഫിറ്റ്നസ് ഒന്നും അത് കാണുമ്പോൾ നമുക്കും ഇത്രയും കഷ്ടപ്പെടുന്നവന് അതിനിടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നമുക്കും അതിന് സമയമുണ്ടല്ലോ ആലോചിച്ച് ഞാനിപ്പോൾ ബോഡി ഫിറ്റ്നസ് നോക്കുന്നുണ്ട്, കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അത് വരുമ്പോൾ തന്നെ നമുക്കൊരു ചിട്ട വരും ലൈഫിൽ, കുറച്ച് എനർജി വരും, മടി മാറും, പ്രൊക്കാസ്റ്റിനേഷൻ മാറും. നല്ലതാ ഫിറ്റ്നസ് നോക്കുന്നത്. ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും, അഭിനയത്തിലും ഗുണം ചെയ്യും. ഈ നടികരുടെ സെറ്റിലും എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ ഈ ഫിറ്റ്നസ് ഫ്രീക്ക് ടോബിയുടെ? ഉറപ്പായിട്ടും. അത് ഞാൻ ഒരിക്കലും മറ്റേ ടോബിയുടെ ജിമ്മിൽ പോയിട്ടുള്ള പരിപാടി ആയിരുന്നില്ല. പക്ഷെ നമ്മള് ഷൂട്ട് എടുക്കുന്ന സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ഇപ്പൊ മൂന്നാർ പോലെ സ്ഥലത്തൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ രാവിലെ ഇപ്പൊ ഞങ്ങൾക്ക് വൈകിട്ടായിരിക്കും ഷൂട്ട് ഉണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടോബിയായിട്ട് അത്യാവശ്യം ട്രെക്കിങ്ങിന് പോവാ, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പല മലയുടെ മേളിൽ കയറി പൂപ്പാറയിലൊക്കെ പോയി, അതായിരുന്നു ഞങ്ങളുടെ പരിപാടി. അത് നല്ല വലിയ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മള് കാട്ടിൽ കൂടി ട്രക്ക് ചെയ്ത് പോയി വഴിയൊക്കെ അറിയാൻ പാടുണ്ട്, പെട്ട് ഒരു കുന്ന് മൊത്തം ഒരു പുള്ളിയുടെയാണ്, കയറ്റി വിട്ടു നമ്മള് വഴിയൊന്നും. ഇയാള് തന്നെയാണ് നമ്മളൊക്കെ കൊണ്ടുപോയത്. ഈ ചേട്ടൻ കൊണ്ടുപോയി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോ ചേട്ടനും വഴി കിട്ടാത്ത അവസ്ഥ. ഇത് ഇവിടുന്ന് വലത്തോട്ട് പോയി നമ്മൾ ഇത് വഴി നമ്മൾ 3 തവണ നടന്നുള്ള അവസ്ഥയായി. ചുരുളി അവസ്ഥ ലൂപ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏലക്കാട്ടിൽ കൂടി വരുന്നത് കാരണം എങ്ങോട്ടാ പോകണ്ട ഏക്കർ കണക്കിന് ഏലക്കാടിന്റെ ഇടയിലാണ് നമ്മൾ പെട്ടുപോയി. ഞാന്, സുരേഷ് ഏട്ടൻ, ടോബി, സൗബി എല്ലാരും കൂടി പോയിട്ട് എല്ലാരും പെട്ടു. അത് ഒരു കണക്കിനാണ് ഞങ്ങള് ഒരു രക്ഷപ്പെട്ടു പോകുന്നത്. വർക്കൗട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചു വിട്ടു. ഇതിന്റെ സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ? ഇതിന്റെ സെറ്റില് അത്ലറ്റിക് പണി കൂടുതൽ എടുത്തേക്കണത് സിജുവിന്റെ പരിപാടികളാണ് കൂടുതലും. അത് ബാലുബ്രോ ഓട്ടമുണ്ട് നല്ലോണം. അതീ പറഞ്ഞ പോലെ വേറെ ലൊക്കേഷനിൽ നിന്നും ഈ പടത്തിലേക്ക് അഭിനയിക്കാൻ വന്ന് രാത്രി മുഴുവൻ ഇടുന്ന് മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് മുടി കളർ ചെയ്ത് റെഡിയായി പിറ്റേ ദിവസം രാവിലെ അഭിനയിക്കാൻ വരുമ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഭായ ഓടിക്കൂ എന്നാണ്. അതാണ് ഷോട്ട്. അതായത് ഞങ്ങൾ പോകുന്ന ലൊക്കേഷനിലെല്ലാം ബാലുബ്രോനെ കൊണ്ട് സിജുബ്രോനെ കൊണ്ട് ഓടിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ. അപ്പോൾ ഒരു ഓട്ടം ഈ പടത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന കണ്ടന്റ് ആണ്. അത് വെറുതെ ഒരു ഓട്ടമല്ല, അത്ലറ്റിക് ഓട്ടമൊന്നുമല്ല, സർവൈവലിന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഒരു പ്രശ്നത്തിൽ നിന്നും സർവൈവ് ചെയ്യാനുള്ള ഇവരുടെ ഓട്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി സിജു ബ്രോ ഒത്തിരി പ്രിപ്പറേഷൻ, ബാലുബ്രോ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്ന് കയറി ഓടി പ്രിപ്പയർഡ് ആയതാണ്. സിജു ബ്രോയ്ക്ക് കുറച്ച് പാർക്കോർ പരിപാടികളുണ്ടായിരുന്നു. നിങ്ങൾ ടീസർ കണ്ടപ്പോഴേ കണ്ടിട്ടുണ്ടാവും. ഒരു ജീപ്പിന്റെ ഒരു വൈറലായിരുന്നു ഒരു വീഡിയോ, ജീപ്പിന്റെ മേലെ കൂടി പുള്ളി ജമ്പ് ചെയ്യുന്നൊരു വീഡിയോ മുമ്പ് വൈറലായിരുന്നു. അത് നമ്മുടെ പടത്തിന്റെ ഫൈറ്റ് ലൊക്കേഷനിൽ നിന്ന് എടുത്ത പുള്ളി ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പൊ ടീസർ ഇറങ്ങിയപ്പോഴും ഒരു റിങ്ങിന്റെ അകത്ത് കൂടി ജമ്പ് ചെയ്യുന്നതും ഒരു ജീപ്പിന്റെ മേലെ ജമ്പ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാർക്കോർ എഫേർട്ട് വേണ്ടിയിട്ട് സിജു ബ്രോ ഉള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പാർക്കോർ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം നമ്മളിപ്പോ ഷൂട്ടില് വൈകിട്ടായാലും എല്ലാ ദിവസവും ബീച്ചില് ഫുട്ബോൾ കളിക്കാൻ പോകും. കണ്ണൂരും കൂടി ആയതുകൊണ്ട് അടുത്ത് തന്നെയാണ് പയ്യാവരം ബീച്ചും. അപ്പൊ എല്ലാ ദിവസവും എന്തെങ്കിലും ആക്ടിവിറ്റി, ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, സൈക്ലിംഗ്, ബാഡ്മിന്റൺ, അങ്ങനെ പരിപാടികൾ എല്ലാ ദിവസവും ലൈവായിരുന്നു. ഇപ്പൊ ഈ ശരിക്കും പറയാം ഇത്രയും വർഷമായിട്ട് സിനിമയുടെ ബാക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ശരിക്കും നമ്മൾ ഈ സിനിമയിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ടാവില്ല. നമ്മളിപ്പോ സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും പറയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും എങ്ങനെ ഈ ഫൈനാൻസ് അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ഇത്രയും വർഷം ആ ഒരു ഇതായിട്ട് നിന്ന്? അത് ഉറപ്പായിട്ടൊരു ചലഞ്ച് തന്നെയാണ്. അത് ഏതൊരു സംവിധായകനും ഫേസ് ചെയ്യുന്ന ചലഞ്ചിങ് ആണ്. അതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും രീതിയിൽ. ഉറപ്പായിട്ടും ഞാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചില സിറ്റുവേഷനിൽ, കോവിഡ് സിറ്റുവേഷനിൽ വന്നപ്പോൾ നമുക്ക് ഇതാണല്ലോ വരുമാനം, ഒരു ഇൻകം ഇല്ലാത്ത ദിവസം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഊബർ ഓടിക്കാൻ പോയിട്ടുണ്ട് ആരും അറിയാതെ. പക്ഷെ അത് ഡിപ്പെൻസ് ഓൺ, നമുക്കത് ആരും അറിയേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നും നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പപ്പേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഈ മലയാളത്തിലെ ഏറ്റവും ഭയങ്കര ഫൈനസ്റ്റ് ആയിട്ടുള്ള
ടെക്നീഷ്യൻസിൽ ഒരാളാണ്. ഏറ്റവും ആ ടൈമിൽ ഏറ്റവും പേര് കേട്ട അസോസിയേറ്റ് കൂടെയാണ്. അപ്പൊ എന്താ പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ബിഗ്ഗസ്റ്റ്? ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു സിനിമ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കാൻ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല, 3 സിനിമ ഷൂട്ട് ചെയ്യുന്ന എഫേർട്ടാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടത്. അതും പബ്ലിക് ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് വളരെ കാമാണ്, ക്വയറ്റാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പഠിച്ച് ചെയ്യുന്ന ഒരാളാണ്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആയത് നമ്മുടെ സിനിമയ്ക്ക് വലിയ ബാനർ പ്രൊഡക്ഷൻ, വലിയ കോടികൾ ബഡ്ജറ്റ് അങ്ങനെയല്ല. നമുക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട്, ലിമിറ്റഡ് ദിവസത്തിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കണം. അതിനാണ് ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് യൂസ്ഫുൾ ആയത്. ഒരു പക്ഷേ ഞാനൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയ ആളായിരുന്നുവെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു 45-46 ദിവസം കൊണ്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 80 ദിവസം 90 ദിവസം ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്. കാണുമ്പോൾ ഒരു 3 സിനിമയുടെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും വലിപ്പം. ആ വലിപ്പത്തിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് ഇവരുടെയൊക്കെ കൂടെ നിന്ന് ഉണ്ടായ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഉണ്ണിമൂന്ന് വെച്ചിട്ടൊരു സിനിമ അനൗൺസ് ചെയ്തു. അതെ, അത് പോസ്റ്റ്പോൺഡ് ആണത്. അത് ആ സമയത്ത് നടന്നില്ല. പിന്നീട് എനിക്ക് വരുമായിരിക്കും, സംഭവിക്കുമായിരിക്കും. വാലിച്ചേട്ടാ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചൊരു അനൗൺസ്മെന്റ് ആയിരുന്നു, ബബ്ബയുടെ അനൗൺസ്മെന്റ്. അപ്പോ എന്താണ് ബബ്ബയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ? അപ്ഡേറ്റ് ഞാനിപ്പോൾ ഒരു 20th ആണ് എൻ്റെ ഷൂട്ട് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കോയമ്പത്തൂരാണ്. അപ്പോൾ ഞാനും ഈ പറഞ്ഞ ഒരു നല്ലൊരു സബ്ജക്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഈ പറഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ എല്ലാത്തിനും ഒരു ടൈമുള്ള പോലെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു പരിപാടി അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ്. 2014 ചരിത്രം ആവർത്തിക്കും. അതൊന്നും അറിയില്ലല്ലോ, അതൊക്കെ എല്ലാം മിനിമം ചെയ്തെങ്കിലും തുടങ്ങട്ടെ. പരിപാടി നല്ല രസമുള്ള പരിപാടിയാണ്. ഞാനിപ്പോ പറഞ്ഞ പോലെ അതിനകത്ത് ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടർ അല്ല, പക്ഷെ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞങ്ങൾ വായിച്ച ത്രെഡാണോ ശരിക്കും? ത്രെഡ് ഈ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിന്റെ. അയ്യോ എനിക്കറിയില്ല കേട്ടോ, ഏതാണ് ത്രെഡ് എന്ന് എനിക്കറിയില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു രസമുള്ളൊരു മാഡ്നസ് ആണ്. കാണാൻ രസമായിരിക്കുന്നത് തോന്നണേ. ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളും അതിനകത്ത് വരാനുണ്ട്. അതൊക്കെ എല്ലാവരും റിവീൽ ചെയ്യുന്നതാണ്. ഇപ്പോ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞൊരു സ്ട്രെയിൻസറെ പറ്റിയിട്ട് ഉടനീളം പറയുന്നുണ്ട്. ആ സ്ട്രെയിൻജർ ബേസിൽ നമ്മളങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ ആരെന്നുള്ളത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ പടം കാണുന്നവർക്ക് തീർച്ചയായിട്ടും പടം കാണുന്നത് തന്നെ മനസ്സിലാക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. പുഷ്പവിമാനം തിയേറ്ററിൽ വലിയൊരു വിജയമാട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു.